നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 3-ാം തീയതി, അതായത് 1201 മീനമാസം 20-ാം തീയതി വെള്ളിയാഴ്ച. നാളെ ശുക്രവാരം വെള്ളിയാഴ്ച. സൂര്യോദയം കാലത്ത് 6:24, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാകുന്നു. 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ഒരു ശുഭാശുഭങ്ങളും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കാലത്ത് 8:30 വരെ ചതുർത്ഥി തിഥിയാകുന്നു. കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. 8:30 കഴിഞ്ഞാൽ പിന്നെ പഞ്ചമിയാണ്. പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ്. നാളത്തെ നക്ഷത്രവും പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക, നാളെ ചിത്ര നക്ഷത്രമാകുന്നു. ചിത്ര നക്ഷത്രം ഒരു ശുഭനക്ഷത്രമായി നാം കണക്കാക്കപ്പെടുന്നു. പക്ഷേ ചിത്ര നക്ഷത്രത്തിന് ഒരു ദോഷമുണ്ട്. അത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു. നിങ്ങൾ കേട്ടിരിക്കും, കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാച്ച രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം ചിത്ര രേവതി. ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തു വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. അതിനാൽ ചിത്ര നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റിയൊരു നക്ഷത്രമല്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാങ്ങൽ കൊടുക്കൽ ധനപരമായ വ്യവഹാരം ഒഴിച്ച് ബാക്കി വേണമെങ്കിൽ കാലത്ത് 9:45 മുതൽ 10:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയാണ്, ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രത്തിൽ ഭൂമിപരമായ വിഷയങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഭൂമി സംബന്ധമായ മധ്യസ്ഥത വഹിക്കാനും അല്ലെങ്കിൽ ഭൂമി വിഷയത്തിൽ ചർച്ചകൾ നടത്താനൊക്കെ അഡ്വാൻസ് കൊടുക്കൽ പിന്നെയാകാം. അതിനൊക്കെ തന്നെ ചിത്ര നക്ഷത്രം വളരെ ഉപകാരപ്പെടുമെന്ന് അറിയുക. നാളെ വെള്ളിയാഴ്ച ക്രയവിക്രയ കുശലഹ, വാങ്ങാനും കൊടുക്കാനുമുള്ള ചർച്ചകൾക്കൊക്കെ നല്ലതാണ്. അഡ്വാൻസ് പിന്നെ വാങ്ങാം, എങ്കിലും നമ്മൾ ധാരണയിലാക്കി വെക്കാം. അതിന് നാളത്തെ ദിനം വളരെ നല്ലതാണ്. ഭൂമി പൂജ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ ഭൂമി പുഷ്പാഞ്ജലി ചെയ്യുക. ഭൂമി വിൽക്കാനോ ഭൂമി വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഓം വരാഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന, അത് കാര്യങ്ങൾ നടക്കുന്നത് വരെ ജപിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.